നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. പുണർതം നാളുകാർ ദേവഗണ നക്ഷത്രക്കാരാണ്. വളരെയധികം ശാന്ത സ്വഭാവികളും തന്മയത്വത്തോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നവരുമാണ്. നന്നായി ആലോചിച്ചല്ലാതെ ഇക്കൂട്ടർ യാതൊന്നും ചെയ്യാറില്ല. വളരെയധികം ആഴത്തിലുള്ള ചിന്തകൾ, വായനാ സ്വഭാവം, ഇച്ഛാശക്തി, കാര്യങ്ങളെ നന്നായി വിലയിരുത്തി എല്ലാ വശങ്ങളും പഠിച്ചു മാത്രം അതിൽ ഇടപെടുക തുടങ്ങിയ ശീലങ്ങളെല്ലാം പുണർതം നാളുകാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും സ്ഥാനഭ്രംശവുമൊക്കെ ഉണ്ടാകാവുന്ന സന്ദർഭം തന്നെയാണ് ഇത്. പ്രത്യേകിച്ച് യാത്രാക്ലേശം, അലച്ചിൽ, പലവിധ അസ്വസ്ഥതകൾ ഇവ വർദ്ധിച്ചു വരുന്നതായി കാണാം. ആരോഗ്യകരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. തൊഴിൽ രംഗത്ത് അനുഭവപ്പെടുന്ന പലതരം പ്രയാസങ്ങൾ നിങ്ങളെ മാനസികമായി ക്ഷീണിപ്പിക്കുന്നതിന് സാധ്യത കാണുന്നു. അതോടൊപ്പം ദീർഘകാലമായി ചിന്തിച്ചു വരുന്ന പല കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാകാതെ ഇരിക്കുന്നത് കടുത്ത മാനസിക വിഷമങ്ങൾക്കും കാരണമായേക്കാം. പുണർതം നാളുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ നഷ്ടങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. ബിസിനസ് ചെയ്യുന്നവരും സ്വയം തൊഴിൽ ചെയ്യുന്നവരും വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതായി കാണുന്നു. ഉദ്യോഗസ്ഥർ തങ്ങളുടെ കർമ്മ മേഖലയിൽ ആലോചനക്കുറവും അശ്രദ്ധയും കൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കാതെ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ രാശിവീഥിയിൽ വളരെ ദോഷകരമായ ഒരു താരകയോഗം രൂപം കൊള്ളുന്ന സന്ദർഭമാണ് ഇത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന പ്രതികൂല അനുഭവങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയാത്തത് നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾക്ക് കാരണമായി തീരാം. ശരിയായ രീതിയിൽ രാശിചിന്ത നടത്തി ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നതായാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയദോഷങ്ങളെ അതിക്രമിച്ച് നല്ല നിലയിൽ മുമ്പോട്ട് പോകുവാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എല്ലാ ദോഷങ്ങളും പരിപൂർണമായി ശമിച്ച് ജീവിത വിജയം കൈവരിക്കുന്നതിനായി നിങ്ങൾ വിഘ്നേശ്വര ബലി, സത്യനാരായണ പൂജ ഇവ നടത്തുന്നത് വളരെ നന്നായിരിക്കും. പിതൃക്കളുടെ അനുഗ്രഹക്കുറവ് വളരെ തീവ്രമായി കാണപ്പെടുന്നതിനാൽ ഈ വരുന്ന കർക്കിടക മാസത്തിലെ സത്യനാരായണ പൂജാ കർമ്മം വളരെയധികം അസാധാരണമായ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. കൂടാതെ മുക്താഫലം എന്ന രത്നം ധരിക്കുന്നത് ഇപ്പോഴത്തെ ഗ്രഹദോഷങ്ങൾക്ക് വളരെയധികം പരിഹാരമായി തീരുന്നതും ആയിരിക്കും. അതിനാൽ എല്ലാ കാര്യങ്ങളും ശരിയായി ചിന്തിച്ച് വിലയിരുത്തി തന്നെ മുമ്പോട്ട് പോകേണ്ടതായി കാണുന്നു.